തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ എന്തായാലും ഈ ഒരു ആരോപണം ഉയർന്നു വന്നതിന് പിന്നാലെ മുകേഷിനെതിരെയുള്ള പ്രതിഷേധവും കടുത്തിരിക്കുകയാണ്. മുകേഷ് രാജിവെക്കണം, MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാക്കിയിരിക്കുകയാണ് പ്രതിപക്ഷ യുവജന സംഘടനകൾ. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രഞ്ജിത്ത് രാജിവെച്ചതുപോലെ മുകേഷ് ധാർമ്മികത ഏറ്റെടുക്കണമെന്നാണ് ആവശ്യമുയർന്നിരിക്കുന്നത്. മുകേഷ് അടക്കമുള്ളവരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 4 വർഷം സർക്കാർ പുറത്തുവിടാതിരുന്നത് എന്ന ആക്ഷേപവും വരുന്നുണ്ട്. അതേസമയം ആരോപണം പഴയതാണെന്നും ഇടത് MLA ആയതുകൊണ്ടാണ് തന്നെ ആക്രമിക്കുന്നത് എന്നുമാണ് മുകേഷിന്റെ വാദം. സുനിഷ അയ്യല്ലൂരുണ്ട് വിശദാംശങ്ങളുമായി. സുനിഷ, ഇതിപ്പോൾ ഇന്നലെ സിദ്ദിഖിനും രഞ്ജിത്തിനും പിന്നാലെ ഇപ്പോൾ മുകേഷിനെതിരെ കൂടി വെളിപ്പെടുത്തലുകൾ നടന്നിരിക്കുന്നു. ഈ വെളിപ്പെടുത്തലെല്ലാം തന്നെ കൃത്യമായി കെട്ടിച്ചമച്ചതാണ്, രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്നാണ് മുകേഷ് ആരോപിക്കുന്നത്. ഈ MLA സ്ഥാനം രാജിവെക്കണം എന്നാവശ്യപ്പെട്ടിപ്പോൾ പ്രതിപക്ഷ യുവജന സംഘടനകളും രംഗത്തുണ്ട്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ് സുനിഷ? തുളസി, ശ്രുതി, അത് തന്നെയാണ്. മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം തന്നെയാണ് ശക്തമായി ഉയരുന്നത്. ഇത്തരത്തിലുള്ള ആരോപണം ഉയർന്നിട്ടും എന്തുകൊണ്ട് രാജിവെക്കാൻ സന്നദ്ധത കാണിക്കുന്നില്ല എന്നത് തന്നെയാണ് പ്രതിപക്ഷ സംഘടനകൾ പ്രധാനമായും ചോദിക്കുകയും ചെയ്യുന്നത്. കാരണം നേരത്തെ തന്നെ രഞ്ജിത്ത് ഇപ്പോൾ ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്നും രാജിവെച്ചതുപോലെ അതിൻ്റെ ധാർമ്മികത ഉൾക്കൊണ്ടുകൊണ്ട് മുകേഷ് രാജിവെക്കുക എന്നൊരു ആവശ്യം തന്നെയാണ് പ്രതിപക്ഷ യുവജന സംഘടനകൾ ഉയർത്തുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം കൊല്ലത്തെ മുകേഷിൻ്റെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച്, ഒപ്പം തന്നെ കോൺഗ്രസിന്റെ അടക്കം നേതൃത്വത്തിൽ പ്രതിഷേധം ഉണ്ടാകുന്നത്. ഇത്തരം പ്രതിഷേധം വരും ദിവസങ്ങളിലും തുടരുമെന്നത് തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഈ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിട്ടും ഈ പെൺകുട്ടിയുടെ മൊഴി എടുക്കാനോ അല്ലെങ്കിൽ മുകേഷിനെതിരെ കേസ് എടുക്കാനോ യാതൊരു വിധത്തിലുള്ള നടപടിയും പോലീസിന്റെ ഭാഗത്തു നിന്നോ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടാകുന്നില്ല എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നൊരു കാര്യം പ്രതിപക്ഷം അറിയിക്കുകയും ചെയ്യുന്നത്. ഏതായാലും നിലവിൽ ഇത്തരം ആരോപണങ്ങൾ അത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നത് തന്നെയാണ് മുകേഷ് പറയുന്നത്. കാരണം 2018 ഈ മീറ്റു ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ടെസ് ജോസഫ് ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്നത്. അന്ന് അത് തെരഞ്ഞെടുപ്പ് സമയത്ത് അത് ആയുധമാക്കി മാറ്റുകയായിരുന്നു പ്രതിപക്ഷം ചെയ്തിരുന്നത്. പക്ഷേ വീണ്ടും അത് ഇപ്പോൾ പുറത്തിടുന്നത് അത് തന്നെ മനഃപൂർവ്വം ക്രൂശിക്കാൻ വേണ്ടിയാണ്. ഇത്തരത്തിലുള്ള ബാലിശമായ ആരോപണങ്ങൾ മാത്രമാണ് ഇത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഏതായാലും മുകേഷ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നിലവിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉള്ള സാഹചര്യത്തിൽ പെൺകുട്ടിയുടെ മൊഴിയെടുക്കുക, അതിനുശേഷം ഇയാളെ ആരോപണ വിധേയനായ വ്യക്തി എന്ന രീതിയിൽ മാറ്റി നിർത്തുക, MLA സ്ഥാനം രാജിവെക്കുക എന്നൊരു ആവശ്യം തന്നെയാണ് നിലവിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കൊല്ലത്തെ ഈ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ വരുന്ന ദിവസങ്ങളിൽ കൂടി പ്രതിഷേധ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് കൂടുതൽ പോലീസ് സന്നാഹങ്ങളെ ഏർപ്പെടുത്തിയിരുന്നു. ഒപ്പം തന്നെ കൊല്ലത്തെ വീട്ടിൽ നിന്നും അദ്ദേഹത്തെ തിരുവനന്തപുരത്തേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. നിലവിൽ ഏതായാലും വരും ദിവസങ്ങളിലും ഇതേ രീതിയിലുള്ളൊരു പ്രതിഷേധം ഉണ്ടാകുമെന്നത് തന്നെയാണ് പ്രതിപക്ഷ സംഘടനകൾ അറിയിക്കുകയും ചെയ്യുന്നത്. സുനിഷ, അതായത് ഈ പരാതികൾ, ഇപ്പോൾ വരുന്ന പല പരാതികളും മുൻപും ഉയർന്നിട്ടുള്ളതാണ്, മുൻപും പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. സിദ്ദിഖിനെതിരെയുള്ള ആരോപണം, മുകേഷിനെതിരെയുള്ള ആരോപണം 2018 ഈ മീറ്റു ആരോപണത്തിന്റെ ആ ഒരു സമയത്ത് തന്നെയാണ് ഉയർന്നു വന്നിട്ടുള്ളത്. അന്നും ഈ യുവതി അറിയില്ല എന്ന് പറഞ്ഞ് മുകേഷ് ഈ കാര്യത്തിൽ പ്രതികരണം അന്ന് വന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ ഘട്ടം, അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം, അന്നത്തെ സാഹചര്യമല്ല ഇന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമുള്ള ആരോപണങ്ങൾ കുറെ കൂടി സർക്കാരിനെ പ്രതിരോധത്തിലാക്കി. കാരണം ഇതിൽ നടപടി എടുത്തേ പറ്റൂ എന്നൊരു രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഈ പൊതുസമൂഹത്തിന് മുന്നിൽ എന്തായാലും മലയാള സിനിമാ മേഖലയിലെ ഇത്തരം ചൂഷണങ്ങൾ തുറന്നു കാട്ടപ്പെട്ടിരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ട്. അതിൽ പുറത്തു വന്നു കഴിഞ്ഞാൽ അത് വളരെയധികം ഞെട്ടിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് അടങ്ങിയിരിക്കുന്നതെന്ന് ഇപ്പോൾ വന്ന റിപ്പോർട്ടിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എത്രത്തോളം ഇതിൽ മുകേഷിന് ഇങ്ങനെയൊരു കഴിഞ്ഞ ദിവസം 2 വലിയ രാജികളാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ മുകേഷിനെ പോലൊരാൾക്ക് ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു ആരോപണം ഉയർന്നു വന്നിരിക്കുമ്പോൾ പ്രതിപക്ഷം വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യത്തിൽ ഇന്നലെ വൈകിട്ട് തന്നെ ഒരു പ്രതിഷേധം നടന്നിരുന്നു മുകേഷിൻ്റെ കൊല്ലത്തെ വീട്ടിലേക്കൊക്കെ. അപ്പോൾ പ്രതിപക്ഷം അടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കുന്ന സാഹചര്യത്തിൽ എത്രത്തോളം പിടിച്ചു നിൽക്കാൻ കഴിയും ഇനി മുകേഷിന്? ശ്രുതി, അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഈ 4 വർഷത്തോളം സർക്കാർ അത് പൂഴ്ത്തിവെച്ചത് ഈ മുകേഷിനെ പോലുള്ളവരെ സംരക്ഷിക്കാനാണോ എന്നൊരു ചോദ്യം കൂടി പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട് എന്നതാണ്. അന്ന് ഇരുപക്ഷെ ശ്രുതി പറഞ്ഞതുപോലെ കഴിഞ്ഞ ഈ മീറ്റു ആരോപണ സമയത്തും ഇതേ വിഷയം വലിയ രീതിയിൽ ചർച്ചയായതാണ്. പിന്നീട് തിരഞ്ഞെടുപ്പ് സമയത്ത് വീണ്ടും ഇത് ആയുധമായത് തന്നെയാണ്. പക്ഷെ അന്നപ്പോഴൊക്കെയും ഇത് ഒരു ആരോപണം മാത്രമായും ഈ പെൺകുട്ടിയെ തനിക്ക് അറിയില്ല എന്നും രാഷ്ട്രീയ പ്രേരിതമായി മാത്രം പ്രതിപക്ഷം ഉപയോഗിക്കുന്ന ഒരു ആയുധമായി മാത്രം
മാത്രമാണ് അന്ന് മുകേഷ് ഇതിനെ പ്രതിരോധിച്ചത് എന്നതാണ്. പക്ഷേ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൂടി ചർച്ച ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിലാണ് വീണ്ടും ഈ അന്നത്തെ മീറ്റു ആരോപണം ശക്തമാകുന്നത്. ശ്രുതി പറഞ്ഞതുപോലെ തന്നെ രഞ്ജിത്തിന് രാജിവെക്കേണ്ടി വന്നു. ഒപ്പം തന്നെ AMM സംഘടനയിൽ നിന്നും ഇപ്പോൾ സിദ്ദിഖും രാജിവെച്ചിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലൊക്കെ വീണ്ടും രാജ്യസമ്മർദ്ദം ശക്തമാക്കുക എന്നത് തന്നെയാണ് പ്രതിപക്ഷം ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് MLA സ്ഥാനം ധാർമ്മികത മനസ്സിലാക്കിക്കൊണ്ട് MLA സ്ഥാനം രാജിവെക്കുക എന്നൊരാവശ്യം പ്രതിപക്ഷം ഉന്നയിക്കുകയും ചെയ്യുന്നത്. ഇടത് സർക്കാർ എപ്പോഴും സ്ത്രീപക്ഷത്ത് നിൽക്കുമെന്ന് പറഞ്ഞ ഇടത് സർക്കാർ ഇപ്പോഴും സ്ത്രീപക്ഷത്ത് നിൽക്കുന്നില്ല എന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ ഇടത് MLA ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. ഇടത് MLAക്കെതിരെയാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിയുടെ മൊഴി എടുക്കുക, അതിനുശേഷം കൃത്യമായ രീതിയിൽ തന്നെ മുകേഷിനെതിരെ കേസെടുക്കുക എന്നൊരു ആവശ്യമാണ് പ്രതിപക്ഷം ശക്തമായി ഉയർത്തുകയും ചെയ്യുന്നത്. അതിന് MLA സ്ഥാനത്ത് നിന്നും രാജിവെച്ചുകൊണ്ട് ഒരു ആരോപണ വിധേയനായ വ്യക്തിയെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ തന്നെ മാറ്റി നിർത്തിക്കൊണ്ട് അന്വേഷണ വിധേയമാക്കുക എന്നത് തന്നെയാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ഏതായാലും അത്തരത്തിലുള്ള ആവശ്യത്തിലേക്ക് മാറ്റണമെന്നതാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ മുകേഷ് ഇതിനെ പ്രതിരോധിക്കുന്നത് നേരത്തെ തന്നെ ഇതൊരു രാഷ്ട്രീയമായ രീതിയിൽ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആയുധമാക്കിക്കൊണ്ട് മുകേഷിനെ അറ്റാക്ക് ചെയ്യാനുള്ളൊരു ശ്രമം എന്നത് തന്നെയാണ് മുകേഷ് പ്രതിരോധിക്കുന്നത്. അതേ രീതിയിൽ തന്നെയാണ് CPMന്റെ നേതൃത്വത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. കാരണം ഇത്തരത്തിൽ നേരത്തെയും ഉണ്ടായിരുന്നു, അത് അന്ന് നിഷേധിക്കപ്പെട്ടതാണ്. പക്ഷേ വീണ്ടും വർഷങ്ങൾ കഴിയും തോറും ഇത് വീണ്ടും ഉന്നയിക്കുന്നത് അത് രാഷ്ട്രീയ പ്രേരിതം തന്നെയാണ് എന്നതാണ്. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർത്തുന്നതിന് പിന്നിൽ എന്താണ് എന്നത് ഇത്തരം ഒരു ഗൂഢാലോചന നടക്കുന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇടത് ഭാഗങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. ഏതായാലും നിലവിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും പ്രതിഷേധം ശക്തമാക്കും, അല്ലെങ്കിൽ MLAയുടെ രാജി ഒഴിഞ്ഞുള്ള മറ്റൊരു ആവശ്യം പ്രതിപക്ഷം ആവശ്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രതിഷേധം വരും ദിവസങ്ങളിലും ശക്തമായി തന്നെ തുടരുമെന്നതാണ് ശ്രുതി മനസ്സിലാക്കുന്നത്.